അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറഞ്ഞിട്ട് എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ആ ആളുകൾ തമ്മിൽ ഒരു പൊതുവിടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടും അദ്ദേഹമാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെ ഇല്ല. അദ്ദേഹമാണ് ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പൊ താഴോട്ട് നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞത് വരെ അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പ് ഉള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എന്റെ തോട്ടത്തിലില്ല. നിങ്ങൾക്ക് അത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ അല്ല, നമുക്കത് പിന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കും ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. അത് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അല്ല, ഞാനിപ്പോ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടൺ ആയിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലല്ലോ നമ്മളാരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിന്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോട് ആരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ